കൊച്ചിയിൽ അനധികൃത റിക്രൂട്ടിംഗ് തട്ടിപ്പ് വ്യാപകമാകുന്നു. പ്രതിദിനം 25-ലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. 2 സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം പൂട്ടിക്കുകയും ചെയ്തു. കൂടുതൽ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകും എന്നാണ് പുതിയ വിവരം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, ഈ അനധികൃത റിക്രൂട്ടിംഗ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലേക്കാണ് ഇത് നടക്കുന്നത്? എന്താണ് പോലീസിന്റെ കൈവശമുള്ള വിവരം? എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത്? ഗോപി, വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം തട്ടുന്നു എന്നുള്ള പരാതിയാണ് പെരുകി വരുന്നത്. പ്രധാനമായും 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈ സംഘങ്ങൾ കൈക്കലാക്കുന്നുണ്ട്. ഇവർക്ക് കാര്യമായ ലൈസൻസോ അല്ലെങ്കിൽ മുൻപ് ഇത്തരത്തിൽ പുറത്തേക്ക് ആളുകളെ വിട്ടുള്ള പരിചയമില്ല. അനധികൃതമായ ഒരു കമ്പനി തുടങ്ങുകയും ആ കമ്പനിയിലേക്ക് ആളുകളെ വിശ്വസിപ്പിച്ച് അങ്ങോട്ടേക്ക് പണം എത്തിപ്പിക്കുന്ന തരത്തിൽ വിശ്വസിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ കലൂരും എടപ്പള്ളിയിലുമുള്ള 2 സ്ഥാപനങ്ങൾ പൂട്ടുകയും അതിൽ നിന്ന് ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് 2 സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വിപുലമായ രീതിയിൽ ഇത്തരത്തിൽ തട്ടിപ്പ് കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. പ്രതിദിനം സിറ്റി പോലീസ് മേഖലയിൽ മാത്രം ഏകദേശം 30-ലധികം പരാതികളാണ് ഇത്തരത്തിൽ പണം തട്ടിച്ചു എന്ന രീതിയിൽ വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ എമിഗ്രന്റ് എന്ന പേരിൽ കഴിഞ്ഞ 1 മാസമായി പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. അത് കൂടുതൽ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇത്തരം സംഘങ്ങൾക്ക് തടയിടുക എന്നുള്ളതാണ് ലക്ഷ്യം. സർക്കാർ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ അടിയന്തരമായി വേണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായവും പോലീസ് തേടുന്നുണ്ട്. ഈ പരാതി നൽകി കേസെടുത്താലും അതിൽ പ്രധാനമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഈ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നത് വലിയ പ്രതിസന്ധികളുണ്ട്. ചില പശ്ചാത്തലത്തിൽ ആ പണം ലഭിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ഇത്തരം സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ കൂടുതൽ അവരുടെ വിശ്വാസ്യതയും അവരുടെ പശ്ചാത്തലവുമെല്ലാം ഉറപ്പാക്കിയ ശേഷം മാത്രം പണം നിക്ഷേപിക്കണം എന്നൊരു മുൻകരുതലും വിഷ്ണു, അതായത് വഞ്ചിതരാകരുത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ മുഴുവൻ പശ്ചാത്തലവും പരിശോധിച്ച ശേഷം മാത്രമേ ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാൻ പാടുള്ളൂ എന്നൊരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിലുള്ളത്. വിഷ്ണു സുരേഷാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾക്കുമായി പങ്കുവച്ചിരിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.